ബെൻസ് A250 ഇത് കംപ്ലൈൻ്റ് ആണ്. അതായത് ആക്സിലറി ബാറ്ററി മാൾ ഫങ്ഷൻ, ഇതാണ് ഫാൾട്ട്. ഇത് എന്തുകൊണ്ട് വരുന്നുള്ളത് നമുക്കൊന്ന് കമ്പ്യൂട്ടർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആദ്യം സ്കാൻ ടൂൾ കണക്ട് ചെയ്യാം. ഇതിൻ്റെ OBD പോർട്ട് കൂടിയാണ് വരുന്നത്. നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാ സിസ്റ്റവും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമെടുക്കും എല്ലാ കമ്പ്യൂട്ടറും സ്കാൻ ചെയ്ത് വരുമ്പോഴേക്കും. ഇവിടെ ഫാൾട്ട് കണ്ടോ, അഡീഷണൽ ബാറ്ററി ആസ് എ മാൾ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഓക്സിലറി ബാറ്ററി, ഒരു ചെറിയ ബാറ്ററി വാഹനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബാറ്ററി കൂടാതെ ഒരു ചെറിയ ബാറ്ററിയും കൂടി ഇതിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ അയക്കാൻ പോവാണ്. മെർസിഡീസ് ബെൻസിൻ്റെ A250 മോഡലിൻ്റെ സെൻട്രൽ കൺസോൾ അയക്കാൻ പോവാണ് ഇപ്പം, ഓക്സിലറി ബാറ്ററി മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു അലങ്കി എടുത്തിട്ട് ഇവിടെ കാണുന്ന 2 ഹോൾസ് ഉണ്ട്. ഒന്ന് തൊടയിതെടുത്തിക്കണം, രണ്ടാമത്തത് ഈ സൈഡിൽ ഇവിടെ, മൂന്നാമത്തത് ഇതാ ഇവിടെ. ഇവിടെ ഈ 3 ഹോൾസിലേക്ക് നമ്മൾ അല്ലെങ്കിൽ പ്രസ് ചെയ്തിട്ട് ഊരണം. അതായത് ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ പ്രസ് ചെയ്യുക, കുറച്ച് മേലോട്ട് വരും. അതിനുശേഷം ഇവിടെ പ്രസ് ചെയ്യുക, ഇവിടെ ലോക്കുണ്ട്. അതിനുശേഷം വീണ്ടും ഇവിടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ലോക്കുകൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മുകളിലോട്ട് വരുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം ഊരേണ്ടത്. അത് കഴിഞ്ഞ് ഇവിടെ സ്ക്രൂ കാണാൻ പറ്റും. ഇത് ഊരിക്കഴിഞ്ഞിട്ട് ഈ പാനൽ ഊരണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ 2 ബോൾട്ട് അയക്കാൻ പോവുക. ഇത് ലൂസാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ കവർ അയക്കണം. ഈ കവറിൻ്റെ അകത്ത് ഇതെങ്ങനെ അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അടിയിൽ നിന്ന് പൊന്തിച്ചിട്ട് ബാക്കോട്ട് വലിക്കുക. അതായത് ഇതിൻ്റെ താഴെ നിന്ന് പൊന്തിച്ചിട്ട് ഇതിൻ്റെ ലോക്ക് ഇങ്ങനെയാണ് വരുന്നത്. താഴെ നിന്ന് പൊന്തിക്കുക, ബാക്കോട്ട് പിന്നോട്ടേക്ക് വലിക്കുക, എന്നാലേ ഇത് ഇളകി വരും. ഇല്ലെങ്കിൽ നമ്മൾ ലോക്ക് പൊട്ടിപ്പോവും. അതിനുശേഷം ഇവിടെ 3 സ്ക്രൂ കണ്ടോ, ഇത് അയക്കണം. കണ്ടോ. ഇനി ഈ കപ്പ് ഉണ്ടല്ലേ, കപ്പും മുകളിലോട്ടേക്ക് എടുക്കുക. ഇത് നമ്മളെ മൗസ് പാഡിൻ്റെ നമുക്ക് ആമിന് സപ്പോർട്ടായി വെക്കുന്നൊരു ചെറിയൊരു കപ്പാണത്. അതിന് ശേഷം ഈ പാനൽ നമുക്ക് പൊന്തിച്ചെടുക്കാവുന്നതാണ്. ശ്രദ്ധിച്ച് അയക്കണം. അതിൻ്റെ ഇടയിൽ ക്ലിപ്പുകളുണ്ട്. ക്ലിപ്പ് ഇത് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് കണക്ടർ വരുന്നുണ്ട്. ഇത് ലൈറ്റിൻ്റെ, ആംബിയൻ ലൈറ്റിൻ്റെത്. ഈ വയറിങ് നമുക്ക് ഇവിടുന്ന് അയച്ചെടുക്കാം. ഒരു വയർ അയച്ചു. അതിന് ശേഷം ഇവിടെ മൗസ് പാഡിൻ്റെ കണക്ടർ ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് കീലെസ് ആൻറ്റിന, പിന്നെ USB കണക്ടർ, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. നമ്മൾ അയക്കാൻ ഉദ്ദേശിച്ച സാധനം എവിടെയാണെന്നുള്ളത്. ഇതാണ് ആക്സിലറി ബാറ്ററി. ഈ കണക്ടറുകൾ അയച്ചു കഴിഞ്ഞാൽ നമുക്കിത് പുറത്തോട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ കേടായ ബാറ്ററി. ഇത് പുതിയത് വാങ്ങിയതിന് ശേഷം ഇതുപോലെ തിരിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ബാറ്ററി കിട്ടിയിട്ടുണ്ട്, പുതിയ ബാറ്ററി. ഇനി അത് ഫിറ്റ് ചെയ്യാൻ പോകുന്നു.
അതിനുശേഷം കണക്ഷൻ കൊടുക്കുക മൗസ് പാഡിൻ്റെ. പിന്നെ ഇവിടെ ഒരു ലൈറ്റിൻ്റെ വയറും കൂടി ഉണ്ട്. ഓക്കെ, വേറെ വയറൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തിരിച്ച് ഫിറ്റ് ചെയ്യുക. പതുക്കെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക, ഈ മൗസ് പാഡിൻ്റെ താഴെയുള്ള ബോൾട്ടുകൾ ഇടുക. നേരത്തെ എങ്ങനെയാണോ അയച്ചത് അതേപോലെ തന്നെ. वो नहीं बनाओ वो അവസാനമായിട്ട് ഈ ലോക്കും കൂടി ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്കാൻ ടൂളൊക്കെ വെച്ച് ഫാൾട്ട് കോഡൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം ബാക്കി നോക്കാം. അപ്പോൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. എല്ലാ ഫാൾട്ട് കോഡും ഇപ്പോൾ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. അപ്പോൾ ബാറ്ററി മാറ്റിയതിന് ശേഷം ഫാൾട്ട് കോഡ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഫാൾട്ട് പോയിട്ടുണ്ട്. ഇത് മെർസിഡീസ് കണക്റ്റിൻ്റെ ഈ ഒരു ഫാൾട്ട് മാത്രമേ ഉള്ളൂ. ഓക്സിലറി ബാറ്ററി മാൾ ഫംഗ്ഷൻ എന്ന ഫാൾട്ട് പോയിട്ടുണ്ട്. വണ്ടി ക്ലിയർ ആണ്. സാധാരണ ബാക്ക് മെനുവിലേക്ക് പോവാം. ഓക്കെയാണ്, വണ്ടി നമുക്ക് ഓടിക്കാവുന്നതാണ്.